പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ ഈ ദിവസത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം, പ്രാർത്ഥനാ വന്ദനങ്ങൾ അറിയിക്കുന്നു. കൈത്താക്കാലത്തിന്റെ 6ാമത്തെ ഞായറാഴ്ചയാണിന്ന്. ഇന്ന് ദൈവത്തിന്റെ ഈ ദിവസം, കർത്താവിന്റെ ഈ ദിവസം ഏറ്റവും പരിശുദ്ധമായി നമുക്ക് ആചരിക്കാം. തിരുസഭയിൽ ഇന്ന് വലിയ ഒരു പുണ്യവതിയായ വിശുദ്ധ ക്ലാരയെ അനുസ്മരിക്കുന്നു. ആധുനിക സന്യാസത്തിന്റെ ഏറ്റവും നല്ല മാതൃകകളിൽ ഒരാളും വലിയ വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയുമായ വിശുദ്ധ ക്ലാരയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനകളും നമ്മളെ സ്വർഗത്തിൽ നിന്ന് സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു വലിയ അത്ഭുതമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ധ്യാന വിഷയം. ഈശോ വെള്ളത്തിനു മീതെ നടക്കുന്നു. വിശുദ്ധ കുർബാന എന്ന ദൈവികവും സ്വർഗീയവുമായ അതിസ്വാഭാവിക രഹസ്യം വിശദീകരിക്കാൻ, അത് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈശോ പ്രവർത്തിച്ച 2 അത്ഭുതങ്ങളായിരുന്നു യോഹന്നാന്റെ സുവിശേഷത്തിലും മറ്റു സുവിശേഷങ്ങളിലും ഒക്കെ വിവരിക്കുന്ന ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവവും വെള്ളത്തിന് മുകളിൽ കൂടി നടക്കുന്ന സംഭവവും. ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഈശോ വെള്ളത്തിന് മുകളിൽ കൂടി നടക്കുന്ന ഈ സംഭവമാണ്. 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ കുർബാനയുടെ അതിസ്വാഭാവികമായ സ്വർഗീയമായ ദൈവികമായ തലം ദർശിക്കാൻ നമ്മളെ സഹായിക്കുന്ന 2 അത്ഭുതങ്ങളാണ് ഈശോ അപ്പം വർദ്ധിപ്പിച്ച സംഭവവും ഈശോ വെള്ളത്തിന് മുകളിൽ കൂടി നടക്കുന്നതും. സാധാരണ അപ്പം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എടുക്കും തോറും തീർന്നു വരുന്ന ഒരു കാഴ്ചയാണ് സാധാരണ നമ്മൾ കാണുന്നത്. ഈശോ വർദ്ധിപ്പിച്ച് നൽകിയ അപ്പം എടുക്കും തോറും ഉണ്ടായി വരുന്ന അതിസ്വാഭാവികമായ അസാധാരണമായ ദൃശ്യമായിരുന്നു എന്ന് ശിഷ്യന്മാര് കണ്ടത്. ഒരു ചെറിയ കല്ല് പോലും, ചെറിയ ഭാരമുള്ള എന്ത് വെള്ളത്തിലിട്ടാലും താഴ്ന്നു പോകുന്ന സാധാരണ കാഴ്ച കണ്ടിട്ടുള്ള ശിഷ്യന്മാർക്കും അത് പരിചിതമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെള്ളത്തിന് മുകളിൽ ഭാരമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മനുഷ്യനായി അവതരിച്ച ഈശോ വെള്ളത്തിന് മുകളിൽ നടക്കുമ്പോൾ താഴാതെ നിൽക്കുന്ന അതിസ്വാഭാവികമായ സ്വർഗീയമായ ഒരു കാഴ്ചയാണ് ശിഷ്യന്മാർ ഈശോ വെള്ളത്തിന് മുകളിൽ കൂടി നടന്നപ്പോൾ കണ്ടത്. വിശുദ്ധ കുർബാന ദൈവത്തിന്റെ പ്രവർത്തനമാണെന്നും അത് സാധാരണ അപ്പമല്ലെന്നും, അതുപോലെ വീഞ്ഞ് രക്തമായി മാറുന്നത് കണ്ണുകൾ കൊണ്ട് കാണുന്നതിനപ്പുറത്തുള്ള സ്വർഗീയമായ രഹസ്യമാണെന്നും ഈശോ ഈ 2 അത്ഭുതങ്ങളും മുൻകൂർ പ്രവർത്തിച്ച് അതേ തുടർന്ന് ജീവന്റെ അപ്പമെന്ന് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞ് ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇന്ന് ഈശോ വെള്ളത്തിന് മുകളിൽ കൂടി നടന്ന ഈ സംഭവത്തെ ധ്യാനിക്കുമ്പോൾ 1-2 പ്രാർത്ഥനാ വിചാരങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈശോയാണ് അപ്പം വർദ്ധിപ്പിച്ച ആ സംഭവത്തിന് ശേഷം ശിഷ്യന്മാരെ മറുകരയ്ക്ക് പറഞ്ഞു വിടുന്നത്. മറുകരയ്ക്ക് പറഞ്ഞു വിടുമ്പോൾ ഈശോ അവരുടെ കൂടെയില്ല. ശിഷ്യന്മാര് തോണി തുഴയുമ്പോൾ അവര് വലിയ കൊടുങ്കാറ്റിൽ തിരകൾക്കെതിരെ തുഴയുന്നത് കൊണ്ട് ക്ഷീണിച്ചവശരായി എന്ന് മനസ്സിലാക്കുമ്പോൾ ഈശോ അവരുടെ അടുത്തേക്ക് ചെന്ന് വെള്ളത്തിന് മീതെ നടന്നു ചെന്ന് കാറ്റിനെ ശാസിച്ച് അവരുടെ കൂടെ വള്ളത്തിൽ കയറി പെട്ടെന്ന് അവർ ലക്ഷ്യം വച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തുന്നതാണല്ലോ ഈ സുവിശേഷം. ഈശോയാണ് ശിഷ്യന്മാരെ ഈ സ്ഥലത്ത് നിന്ന്, അപ്പം വർദ്ധിപ്പിച്ച സ്ഥലത്ത് നിന്ന് മറുകരയ്ക്ക് പറഞ്ഞു വിട്ടത്. ഈശോ പറഞ്ഞു വിടുന്നവരുടെ യാത്രയിലുള്ള സുരക്ഷിതത്വവും അവരുടെ പിന്നീടുള്ള കാര്യവും ഈശോ ഏറ്റെടുക്കും എന്നാണ് ഈ സംഭവം നമ്മളെ പ്രധാനമായും ഓർമ്മിപ്പിക്കുന്നത്. ഈശോ ആണ് പറഞ്ഞു വിട്ടതെങ്കിൽ ഈശോ അതിന്റെ ഉത്തരവാദിത്വം നോക്കിക്കൊള്ളും. ഈശോ നമ്മളെയും ഓരോ ജീവിതങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. പുരോഹിതനായിട്ടോ സന്യസ്ത ജീവിതത്തിലേക്കോ വിവാഹ ജീവിതത്തിലേക്കോ ഈശോ നമ്മളെ പറഞ്ഞു വിടുന്നു. ഈശോ പറഞ്ഞു വിട്ട സ്ഥലത്തേക്കാണ്, പറഞ്ഞു വിട്ടതനുസരിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളുടെ സമയത്ത് ഈശോ വന്ന് നമ്മളെ സഹായിച്ചുകൊള്ളും. 2ാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ശിഷ്യന്മാരെ കടലിന്റെ മറുകരയിലേക്ക് വിട്ടിട്ട് ഈശോ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈശോയുടെ മനസ്സിൽ ശിഷ്യന്മാരുടെ മുഖവും അവരുടെ ആവശ്യങ്ങളും അവരുടെ കഷ്ടപ്പാടും ഒക്കെ തെളിഞ്ഞു വന്നു. അത് അത്യാവശ്യ സഹായിക്കേണ്ട സന്ദർഭമാണെന്ന് മനസ്സിലാക്കി ഈശോ പ്രാർത്ഥന ഇടയ്ക്ക് നിർത്തി എഴുന്നേറ്റ് വന്ന് കടലിന് മീതെ നടന്ന് ക്ലേശിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തെത്തി അവരെ സഹായിക്കുന്നു. നമ്മളും പ്രാർത്ഥിക്കാനായി ഈശോയെ പോലെ നിൽക്കുന്നുണ്ട് പല അവസരങ്ങളിലും, ദേവാലയത്തിലും വീടുകളിലും ഒക്കെ. നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. അതെയോ നമ്മുടെ സഹായം, നമ്മുടെ സപ്പോർട്ട് ആവശ്യമുള്ള മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ, പ്രാർത്ഥനയുടെ പ്രായോഗികമായ വശം എന്ന രീതിയിൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഈശോയെ പോലെ കാണിക്കുന്നുണ്ടോ?
മൂന്നാമതൊരു കാര്യം, ഈ സംഭവം ഇത് സഭയുടെ ഒരു ജീവിതത്തിന്റെ പ്രതീകം കൂടിയാണ്. ഈശോ പറഞ്ഞിട്ട് തുടങ്ങിയ യാത്രയാണ് സഭയുടേത്. ഈശോയുടെ തുടർച്ചയാണ് സഭ. ഈ സഭയിലാണെങ്കിലും കാറ്റും കോളുമുണ്ട്. വഞ്ചിയിൽ പോകുമ്പോൾ അത് ചിലപ്പോൾ ആടി ഉലയുന്നുണ്ട്. നമ്മുടെ സഭയിലും സമൂഹത്തിലും ഒക്കെ കാണുന്ന ഇപ്പോൾ ഉള്ള സംഭവങ്ങളെ പോലും പ്രത്യേകിച്ച് നമുക്ക് ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ ഇത് മനസ്സിലാവുന്നതേ ഉള്ളൂ. യാത്രക്കാര് നമ്മളാണ്, ഈശോയുടെ ശിഷ്യരാണ്. തിരകൾക്ക് മുകളിലൂടെയുള്ള യാത്രയാണ്. പ്രശ്നങ്ങൾക്ക് മുകളിലൂടെയാണ് സഭയുടെ നൗക, സഭയുടെ വഞ്ചി യാത്ര ചെയ്യുന്നത്. കടൽ പണ്ട് കാലം മുതൽ, സുവിശേഷ കാലം മുതൽ തിന്മയുടെ ഒരു സൂചനയായി, ഒരു ഇരിപ്പിടമായി, ആ വാസസ്ഥലമായി കടലിനെ കുറിച്ച് പറയാറുണ്ട്. ഈശോ ഒരിക്കലും ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുമ്പോൾ അവനിൽ നിന്നിറങ്ങിയ പിശാചുക്കൾ പന്നിയിൽ പ്രവേശിച്ചു. ആ പന്നികൾ ഓടിപ്പോയി കടലിലേക്ക് വീണ് മുങ്ങിച്ചത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ പന്നികൾ വന്ന, അല്ലെങ്കിൽ അവരിലുണ്ടായിരുന്ന പിശാചുക്കൾ വന്ന് കടലിലുണ്ടെന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് പണ്ട് കാലം മുതൽ യഹൂദരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് കടൽ ഇളകി മറിയുമ്പോൾ അത് തിന്മ ഇളക്കുന്നതാണെന്നും അതിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്ന ബോട്ടിലുള്ളവരെ, വഞ്ചിയിലുള്ളവരെ മുക്കാൻ ശ്രമിക്കുന്നതൊക്കെ തിന്മയുടെ പ്രലോഭനത്തിന്റെ സൂചനകളാണെന്ന് നമുക്ക് വിശ്വസിക്കുന്ന ഒരു പ്രാർത്ഥനാ ചിന്തയുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മളും സഭയുടെ വഞ്ചിയിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾക്ക് മുകളിലാണ്, കടലിന് മുകളിലാണ്. പക്ഷെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ രക്ഷിക്കാനുണ്ട്. സഭയെ ഇളക്കി മറിക്കാൻ ശ്രമം നടത്തുന്നു. ശിഷ്യന്മാർ പോലും ഭയപ്പെട്ടു പോകുന്നു. ഈശോയോട് ഏറ്റവും അടുത്ത് നിന്നവർ പോലും ഭയപ്പെടുന്നു. പക്ഷേ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ഈശോ പറഞ്ഞിട്ട് തിരിച്ച യാത്രയാണ്. കപ്പൽ തകരാൻ ഈശോ സമ്മതിക്കില്ല. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദൃശ്യ സാന്നിധ്യം, ഈശോയുടെ വിശുദ്ധ കുർബാനയിലുള്ള സാന്നിധ്യം, സുവിശേഷത്തിലൂടെയുള്ള സംസാരം നമ്മളെ ബലപ്പെടുത്തുന്നതെല്ലാം ഉണ്ട്. ഇവിടെയും ഈശോ വന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇത് ഞാനാണ്. ഈശോ സഭയിൽ സംസാരിക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നുകൊണ്ടും നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ഈശോ പറയുന്നു. ഇങ്ങനെ സഭയുടെ യാത്രയുടെ ഒരു പ്രതീകം കൂടിയാണ് ഈ ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്ന ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രക്ഷുബ്ധതകളും ഉണ്ടെങ്കിലും വിശ്വാസത്തോടെ ഈശോയിൽ ആശ്രയിച്ചു നിന്നാൽ, കടൽ പോലെ ഇളകി മറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് വീഴാതെ നിൽക്കാൻ, മുങ്ങാതെ നിൽക്കാൻ ദൈവം സഹായിക്കുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതമാകുന്ന കടൽ യാത്രയിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് ഇളക്കി മറിച്ച് ഞങ്ങളെ മുക്കിക്കളയുമെന്ന് തോന്നുമ്പോഴും അങ്ങ് ഞങ്ങളുടെ സഹായത്തിന് വരണമേ. ഏത് പ്രക്ഷുബ്ധാവസരത്തിലും അങ്ങ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് അങ്ങയിൽ ആശ്രയിക്കാനുള്ള വലിയ വിശ്വാസ ബോധ്യം ഞങ്ങൾക്ക് തരികയും ചെയ്യണമേ. ഞങ്ങളുടെ സഭയെ ഇപ്പോൾ ആടി ഉലച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിച്ച് ശാന്തമായി സമാധാനത്തിൽ ഈ സഭയുടെ വഞ്ചിയിൽ യാത്ര ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.